Hi, Unit 8 Prospectus Company Talk. കഴിഞ്ഞ യൂണിറ്റുകളിൽ നമ്മൾ മെമ്മോറാൻഡം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ അതിൻ്റെ കണ്ടൻസ് എന്താണ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസ് ആസ് പെർ സെക്ഷൻ 2 subsection 70 means a document described or issued as a prospectus and includes a red herring prospectus or shelf prospectus or any notice, circular, advertisement or other document inviting offers from the public for the subscription or purchase of any securities of a corporate body. അതായത് ഒരു കമ്പനീൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവിറ്റേഷൻ മാതിരി കൊടുക്കുന്നതാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അത് പ്രോസ്പെക്ടസ്, റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്, സെൽഫ് പ്രോസ്പെക്ടസ് ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതായത് ഷെയറിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കമ്പനീൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നതാണ് പ്രോസ്പെക്ടസിൽ. അത് ഒരു ഇൻവിറ്റേഷൻ മാതിരി നമ്മൾ ഷെയർസ് വാങ്ങിക്കാനും ഡിബെഞ്ചേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇൻവിറ്റേഷൻ മാതിരി നമ്മൾ പബ്ലിക്കിലോട്ട് ഇറക്കുമ്പോൾ അത് നമ്മൾ പ്രോസ്പെക്ടസ് എന്നാണ് അതിന് വിളിക്കുക. ഈ ഡോക്യുമെൻറ്റ് ഷാൽ ബി കോൾഡ് പ്രോസ്പെക്ടസ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ 2 കണ്ടീഷൻ. താഴെ പറയുന്ന 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ ഡോക്യുമെൻറ്റിൻ്റെ പ്രോസ്പെക്ടസ് എന്ന് പറയാം. ഫസ്റ്റ് കണ്ടീഷൻ, ഇറ്റ് ഇൻവൈറ്റ് സബ്സ്ക്രിപ്ഷൻ ടു ഓർ പർച്ചേസ് ഓഫ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ് ഓർ എനി അതർ സെക്യൂരിറ്റി ഓഫ് എ കോർപ്പറേറ്റ്. ഒരു കോർപ്പറേറ്റ് ബോഡീൻ്റെ ഷെയർസോ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സോ പർച്ചേസ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോസ്പെക്ടസ് ആണ്. അതേമാതിരി അഫോഴ്സേഴ്സ് ഇൻവിറ്റേഷൻ ഇസ് മെയ്ഡ് ടു ദി പബ്ലിക്കിലോട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതൊരു പ്രോസ്പെക്ടസ് നമ്മൾ വിളിക്കുക. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓഫർ ടു ദി പബ്ലിക്, എന്താണ് നമ്മൾ പബ്ലിക്കിലോട്ട് ഓഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആസ് പെർ സെക്ഷൻ 42 subsection 4 an offer or an invitation shall be deemed to be invitation to public if it cannot be considered as private placement under subsection 2 of section 42. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി എങ്ങനെയാണ് ഷെയർസ് കൊടുക്കുക എന്നുള്ളതും എങ്ങനെയാണ് അവർ മെമ്പേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മൾ പറഞ്ഞതാണ്. അതല്ലാത്ത രീതിയിൽ ഒരു പബ്ലിക്കിലൊരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നതിനെയാണ് പബ്ലിക് ഇൻവിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോർ ദാൻ 200 ആൾക്കാർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പബ്ലിക് ഇൻവിറ്റേഷൻ എന്നാണ് വിളിക്കുക. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 200% കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പബ്ലിക് ഇൻവിറ്റേഷൻ ആണ്. ഇഫ് എനി കമ്പനി ഇൻവൈറ്റ് സബ്സ്ക്രിപ്ഷൻ ഓർ അലൗഡ്സ് എനി സെക്യൂരിറ്റി to 200 or more persons in a financial year, it will be said to have made a public offer. Not be taken into account qualified institutional buyers. ഈ 200 പേഴ്സൺസിനകത്ത് നമ്മൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിനെയും അതേമാതിരി എംപ്ലോയീസിനെ, അത് എംപ്ലോയ്മെൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ വഴിയുള്ള എംപ്ലോയീസിനെ, അങ്ങനെയുള്ള മെമ്പേഴ്സിനെ, അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ ഈ 200 പേഴ്സൺസിൻ്റെ ഉള്ളിൽ പെടുത്തില്ല. അത് ഔട്ട്സൈഡ് ഈ 200% പുറത്തുള്ള ആൾക്കാരാണ്. അതാണ് പ്രോസ്പെക്ടസ്. You must remember that a prospectus is not an offer by the company but it is only an invitation to offer. പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ അതൊരു ഓഫർ അല്ല, അത് ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. നമ്മളിപ്പോൾ കമ്പനിയുടെ പുറത്തൊക്കെ കടേൻ്റെ ഒക്കെ പുറത്തൊക്കെ എഴുതിയിരിക്കും 50% ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അതായത് ഒരു കമ്പനി ഒരു കട നമ്മൾ വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബസ് വരികയാണ്, ഒരു റൂട്ടിൽ ബസ് ഓടുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. നമുക്ക് വേണമെങ്കിൽ കയറാം, അവർക്ക് വേണമെങ്കിൽ അവർക്ക് നമ്മളെ കയറ്റണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കയറ്റാതിരിക്കാം. അത് ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. The person who wants to purchase shares in the company would fill up the share application form and submit the same along with the share application money. പ്രോസ്പെക്ടസ് കണ്ടിട്ടാണ് യൂഷ്വലി ആൾക്കാർ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. പബ്ലിക് ഇൻവിറ്റേഷൻ ആണെങ്കിൽ പബ്ലിക് ഇൻവിറ്റേഷൻ ആകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് തീരുമാനിക്കുക. അല്ലാതെ നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതല്ലാത്ത വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ഒരു ഓൾമോസ്റ്റ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഓൾറെഡി അറിയുന്ന ആൾക്കാർക്കൊക്കെയാണ് സാധാരണ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്സ് ചെയ്യാറ്. അപ്പോൾ പബ്ലിക്കിന് ഇൻവിറ്റേഷൻ കൊടുക്കുമ്പം അവരെ പ്രോസ്പെക്ടസിൻ്റെ ബേസിസിൽ മാത്രമായിരിക്കും അവർ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്കൊരു ഷെയർ വാങ്ങിക്കണം, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോസ്പെക്ടസ് വാങ്ങിച്ച് അതിൻ്റെ കൂടെയാണ് ഷെയർ ആപ്ലിക്കേഷൻ ഫോം സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഷെയർ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി വിൽ ദെൻ മേക്ക് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് റെസ്പോണ്ട് ടു ദോസ് ഷെയർ ആപ്ലിക്കേഷൻ ഫോംസ്. ആ ഷെയർ ആപ്ലിക്കേഷൻ ഫോംസിൻ്റെ ബേസിസിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുക. സെക്ഷൻ 33 റീഡ്സ് 1. No form of application for the purchase of any of the securities of any company shall be issued unless such form is accompanied by an updated prospectus. അതായത് ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ
ഒരു അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസും സബ്മിറ്റ് ചെയ്യണം. ഹവർ എ അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് നീഡ് നോട്ട് അക്കമ്പനി ആൻ ആപ്ലിക്കേഷൻ ഫോം. ഒരു അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിർബന്ധമാണ്. Abridged prospectus need not accompany an application form if it is shown that the application form was issued. അതായത് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ആപ്ലിക്കേഷൻ ഫോം അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫോം കമ്പൽസറി അല്ല. ഏത് കേസിലാണ്? ഇഫ് ഇൻ കണക്ഷൻ വിത്ത് എ ബോണഫൈഡ് ഇൻവിറ്റേഷൻ ടു എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഓർ അണ്ടർലൈങ് എഗ്രിമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സെക്യൂരിറ്റി. അതായത് അണ്ടർ റൈറ്റേഴ്സിനെയൊക്കെ വെക്കും നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷന് വേണ്ടി നമ്മൾ ലേറ്റർ പഠിക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ആപ്ലിക്കേഷൻ ഫോം കമ്പൽസറി അല്ല. ഇൻ റിലേഷൻ ടു സെക്യൂരിറ്റീസ് വിച്ച് വർ നോട്ട് ഓഫർ ടു ദി പബ്ലിക്കിലോട്ട് ഓഫർ ചെയ്യാത്ത സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടുള്ള പ്രോസ്പെക്ടസ് ആണെന്നുണ്ടെങ്കിൽ അതിനും ആപ്ലിക്കേഷൻ ഫോം കമ്പൽസറി അല്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ, എ കോപ്പി ഓഫ് ദി പ്രോസ്പെക്ടസ് ഷാൽ ഓൺ റിക്വസ്റ്റ് ബീങ് മെയ്ഡ് ബൈ എനി പേഴ്സൺ ബിഫോർ ക്ലോസിംഗ് ഓഫ് ദി സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ആൻഡ് ദി ഓഫർ ബി ഫർണിഷ്ഡ് ടു ഹിം. അതായത് ഒരാൾക്ക് പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റും ഓഫറും സബ്സ്ക്രിപ്ഷനുള്ള ഓഫർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി അവർക്ക് കൊടുക്കണം. ഇഫ് എ കമ്പനി മേക്സ് ഇൻ ഡിഫോൾട്ട് ഇൻ കംപ്ലൈങ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി സെക്ഷൻ ഇറ്റ് ഷാൽ ബി ലയബിൾ ടു എ പെനാൽറ്റി ഓഫ് 50,000 rupees ഫോർ ഈച്ച് ഡിഫോൾട്ട്. ഈ മേലെ പറഞ്ഞ സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണോ അതിൻ്റെ ഉത്തരവാദി അവർക്ക് പെനാൾട്ടി കൊടുക്കും. ഇത് കമ്പനിക്ക് പെനാൾട്ടി കൊടുക്കും. 50,000 rupees. എന്തൊക്കെ ഡിഫോൾട്ടാണ് വരുത്തിയിട്ടുള്ളത് അതിനൊക്കെ 50,000 rupees വെച്ചിട്ട് ഫൈൻ കൊടുക്കും. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 subsection 1, an abridged prospectus means a memorandum containing such salient features of a prospect as may be prescribed by Securities and Exchange Board by making regulations in his behalf. Abridged prospectus എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ ഇതിനകത്ത് മെമ്മോറണ്ടം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ അല്ല. നമ്മളതല്ലാതെ ഈ നോട്ടീസ്, റിപ്പോർട്ട് അങ്ങനെയുള്ള ആ ഒരു മീനിങ്ങിലാണ് ഇതിനകത്ത് നമ്മൾ മെമ്മോറാൻഡം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആണ്, ഒരു നോട്ടാണ്. അതായത് ഈ പ്രോസ്പെക്ടസിൻ്റെ സേലിയൻറ്റ് ഫീച്ചേഴ്സ് എല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് അതിൻ്റെ റെഗുലേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോമിലുള്ള, അതായത് പ്രോസ്പെക്ടസിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോമിലുള്ള ഒരു നോട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. കണ്ടൻസ് ഓഫ് എ പ്രോസ്പെക്ടസ്. ഒരു പ്രോസ്പെക്ടസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ആസ് പെർ ദി റിക്വയർമെന്റ് ഓഫ് സെക്ഷൻ 26 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, കണ്ടൻസ് ഓഫ് എ പ്രോസ്പെക്ടസ് ഷാൽ കംപ്രൈസ് ഓഫ്. സെക്ഷൻ 26 കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 26 പ്രകാരം പ്രോസ്പെക്ടസിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ്. ഫസ്റ്റ് വൺ, ഇൻഫോർമേഷൻ ടു ബി ഗീവൺ ഇൻ എ പ്രോസ്പെക്ടസ്. ഇൻഫോർമേഷൻ പ്രോസ്പെക്ടസിൽ മെയിനായിട്ട് ഉണ്ടാവേണ്ട ഇൻഫോർമേഷൻസ് വേണം. റിപ്പോർട്ട്സ് ടു ബി സെറ്റ് ഔട്ട് ഇൻ ദി പ്രോസ്പെക്ടസിൽ കുറച്ച് എക്സ്പേർട്ട് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനത്തെ സാധനങ്ങൾ വേണം. ഡിക്ലറേഷൻസ് വേണം. പിന്നെ അതല്ലാതെ കാര്യങ്ങൾ അതെന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഫോർമേഷൻ ടു ബി ഗീവൺ ഇൻ എ പ്രോസ്പെക്ടസ്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് ഒരു പ്രോസ്പെക്ടസിൽ വേണ്ടത്? ഡേറ്റ് വേണം, സൈൻ ചെയ്യണം. ആൻഡ് സ്റ്റേറ്റ് സച്ച് ഇൻഫോർമേഷൻ ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചോദിച്ചിട്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കുറച്ച് സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി ഡേറ്റ് ഉണ്ടാവണം, സൈൻ ചെയ്തിട്ടുണ്ടാവണം. Then declaration. A declaration about the compliance of the provisions of this Act and a statement to the effect that nothing in the prospectus is contrary to the provisions of this Act, the Securities Contracts Act 1956 and the Securities and Exchange Board of India Act 1992 and the rules and regulations made thereunder. അതായത് ഒരു ഡിക്ലറേഷനും എഴുതിയിട്ടുണ്ടാവണം. നമ്മൾ കമ്പനീസ് ആക്ട് ഫോളോ ചെയ്തിട്ടുണ്ട്, സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് ആക്ട് ഫോളോ ചെയ്തിട്ടുണ്ട്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യേൻ്റെ ആക്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള ഡിക്ലറേഷൻ ഉണ്ടാവണം. അതല്ലാതെ പ്രോസ്പെക്ടസ് ഷാൽ ഓൾസോ സ്റ്റേറ്റ് സച്ച് അതർ മാറ്റേഴ്സ് ആൻഡ് സെറ്റ് ഔട്ട് സച്ച് അതർ റിപ്പോർട്ട്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഇത് രണ്ടും അതല്ലാതെ എന്തെങ്കിലും റിപ്പോർട്ട്സോ കാര്യങ്ങളോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതും കൂടെ ഈ പ്രോസ്പെക്ടസിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആൻ എക്സ്പെർട്ട് ഇൻക്ലൂഡഡ് ഇൻ എ പ്രോസ്പെക്ടസ്. ഇതിനകത്ത് എക്സ്പേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഞ്ചിനീയർ ആവാം, വാല്യൂവർ ആവാം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം, കമ്പനി സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആകാം. ഓർ എനി അതർ പേഴ്സൺ ഹു ഹാസ് ദി പവർ ടു ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഇൻ പെർസ്യൂവൻസ് ഓഫ് നിയമപ്രകാരം
എക്സ്പേർട്ട് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന ഒരാൾ വേണം എക്സ്പേർട്ട് റിപ്പോർട്ട് പ്രോസ്പെക്ടസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ദി റിപ്പോർട്ട്സ് ഫ്രം ആൻ എക്സ്പേർട്ട് must not be included in a prospectus unless such expert is a person who is not or has not been engaged or interested in the formation of promotion or management of the company. അതായത് കമ്പനിയായിട്ട് ബന്ധമില്ലാത്ത ഒരാളുടെ എക്സ്പേർട്ട് റിപ്പോർട്ടായിരിക്കരുത് വെക്കുന്നത്. രണ്ടാമത്തത്, he gave his written consent to the issue of the prospect and had not withdrawn the consent until the prospectus is delivered to the registered for registration. റിട്ടേൺ കൺസെൻറ്റ് തന്നിട്ടുണ്ട്, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനുള്ള റിട്ടേൺ കൺസെൻറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ അത് വിഡ്രോ ചെയ്തിട്ടില്ല. അതായത് പ്രോസ്പെക്ടസ് രജിസ്ട്രാറിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് വിഡ്രോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും എക്സ്പേർട്ട് റിപ്പോർട്ട് വയ്ക്കാനായിട്ട് കഴിയും. മൂന്നാമത്തത്, സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഹി ഹാസ് ഗീവൺ ആൻഡ് നോട്ട് വിഡ്രോൺ ഹിസ് കൺസെൻറ്റ് thereto ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. അയാൾ തന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് വെച്ചത്, അത് അയാൾ വിഡ്രോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത് എക്സ്പേർട്ട് റിപ്പോർട്ടായിട്ട് നമുക്ക് പ്രോസ്പെക്ടസിൻ്റെ കൂടെ വെക്കാം. Exemptions. The aforesaid requirements of section 26, that is with respect to the contents, do not apply to rights issue. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ എക്സെംഷൻസ് ആണ് പറയുന്നത്. റൈറ്റ്സ് ഇഷ്യൂ ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ അടുത്തുള്ള ഷെയർ ഹോൾഡേഴ്സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനോ അവർക്കുള്ള റൈറ്റ്സ് ഇഷ്യൂ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. whether an applicant has a right to renounce the shares in favor of any other person or not. അവർക്ക് അവരുടെ റൈറ്റ് വേണ്ടാന്ന് വെച്ച് വേറെ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിലും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് യൂണിഫോം ഇൻ ഓൾ റെസ്പെക്ട്സ്. അതായത് ഇതിനു മുമ്പ് നമ്മൾ ഷെയർസോ ഡിബെഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അത് നമ്മളുടെ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയർ ആണെന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഷെയർ തന്നെയാണ് നമ്മൾ രണ്ടാമത് പിന്നീടും ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വേറെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട് ഓർ ഒബ്ജക്ട്സ് ഇൻ പ്രോസ്പെക്ടസ്. നമ്മളിപ്പോൾ പ്രോസ്പെക്ടസിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ദി സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദി ജസ്റ്റിഫിക്കേഷൻ ഫോർ സച്ച് വേരിയേഷൻ ആൻഡ് ദി സെയിം ഷുഡ് ബി പബ്ലിഷ്ഡ് ഇൻ ദി ന്യൂസ് പേപ്പേഴ്സ്. നമ്മൾ ഓൾറെഡി ഒരു പ്രോസ്പെക്ടസ് നമ്മൾ ഇഷ്യൂ ചെയ്തു, പക്ഷെ നമുക്ക് അതിന് ചേഞ്ചസ് വരുത്തണം. അങ്ങനെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതായത് ആ വേരിയേഷൻ വരുത്താനുള്ള കാരണം എന്താണെന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അത് നമ്മൾ ന്യൂസ് പേപ്പറിലും പബ്ലിഷ് ചെയ്യണം. ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലും പബ്ലിഷ് ചെയ്യണം, അതല്ലാതെ റീജിയണൽ ലാംഗ്വേജസിലുള്ള ന്യൂസ് പേപ്പേഴ്സിലും പബ്ലിഷ് ചെയ്യണം. എവിടെയാണോ രജിസ്റ്റേർഡ് ഓഫീസിലുള്ളത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറിലും പബ്ലിഷ് ചെയ്യണം. ദെൻ അഗെയിൻ ഇറ്റ് ക്യാൻ ബി നോട്ടഡ് ദാറ്റ് എ കമ്പനി cannot use any amount raised by its through prospectus for buying, trading and otherwise dealing in equity shares or any other listed company. നമ്മൾ ഓൾറെഡി റേസ് ചെയ്തിട്ടുള്ള മണി വെച്ചിട്ട് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്തിട്ടുള്ള ക്യാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ കമ്പനിയുടെ ഷെയർസോ കാര്യങ്ങളോ വാങ്ങിക്കാനോ അത് ട്രേഡ് ചെയ്യാനോ പാടില്ല. ഇക്വിറ്റി ഷെയർസ് വാങ്ങിക്കാനോ ട്രേഡ് ചെയ്യാനോ പാടില്ല. എക്സിറ്റ് ഓപ്ഷൻ. നമ്മളിങ്ങനെ ഒരു പ്രോസ്പെക്ടസിന് ചേഞ്ച് വരുത്തുകയാണ്. അപ്പം ഒരാൾ ഷെയർസ് വാങ്ങിച്ചു, ഓൾറെഡി ഉള്ള പ്രോസ്പെക്ടസിൻ്റെ ബേസിലാണ് അയാൾ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തത്. പക്ഷേ അവർ പ്രോസ്പെക്ടസിന് ചേഞ്ച് വരുത്തുകയാണ്, പക്ഷെ നമുക്ക് അതിനോട് താല്പര്യമില്ല. അതായത് ആ പുതിയ പ്രോസ്പെക്ടസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ആ ഷെയർസ് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതായത് നമുക്ക് ആ ഷെയർസ് വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയും. അതാണ് എക്സിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 ഹാസ് for the first time given an exit option to shareholders who do not agree to the proposal to vary the terms and contracts or objects referred to in the prospectus. അതായത് ഓൾറെഡി പ്രോസ്പെക്ടസിലുള്ള ടേംസ് ഓഫ് കോൺട്രാക്റ്റും ഒബ്ജക്റ്റീവിന് മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. പക്ഷേ ഈ എക്സിറ്റ് പ്രൈസ് നമ്മളല്ല ഫിക്സ് ചെയ്യുന്നത്, അത് ഡയറക്ടേഴ്സ് ഫിക്സ് ചെയ്യും. കുറച്ച് കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ബിഹാഫിൽ പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെയാണ് എക്സിറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ദെൻ ഓഫർ ഓഫ് സെയിൽ ഓഫ് ഷെയർസ് ബൈ certain member of companies. Shares by certain members of company to be affected by the company on their behalf. അതായത് ഇപ്പോൾ ഒരു മെമ്പറിന് ഷെയർസ് വിൽക്കണം.
പക്ഷെ അവർ ഡയറക്റ്റ് ആയിട്ട് വിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷെ അതിന് പകരം കമ്പനീനെ ഏൽപ്പിക്കുകയാണ്, നമുക്കിങ്ങനെ എനിക്ക് ഇത്ര ഷെയർസ് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് പക്ഷേ ഇപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല, എനിക്കത് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യാനായിട്ട് നമുക്ക് കമ്പനീനെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. ഈ പ്രൊവൈഡ്സ് ദാറ്റ് വേർ സർട്ടൻ മെമ്പേഴ്സ് ഓഫ് എ കമ്പനി വെദർ ഇൻഡിവിജ്വൽസ് ഓർ ബോഡി കോർപ്പറേറ്റ് പ്രൊപ്പോസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് കമ്പനീനെ ഓതറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എനിക്ക് പകരം നിങ്ങൾ എൻ്റെ ഷെയർസ് സെല്ല് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആകുമ്പോൾ കമ്പനി അതായത് ഷെയർസ് സെല്ല് ചെയ്യാൻ വരുന്ന കമ്പനി മീറ്റ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസസുകളും എല്ലാം ഇൻകർ ചെയ്ത എല്ലാ എക്സ്പെൻസസും കാര്യങ്ങളും ഈ ആരാണോ ഷെയർസ് വിൽക്കേണ്ട അയാൾ കൊടുക്കുന്നതാണ്, റീഇംബേഴ്സ് ചെയ്യും. Any document by which the offer of sale to the public is made shall for all purpose be deemed to be a prospectus. അങ്ങനെ വേറൊരാളുടെ ഷെയർസ്, ഒരു കമ്പനിയുടെ ഓൾറെഡി മെമ്പറായിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ആളുടെ ഷെയർസ് കമ്പനിയാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം അതിനൊരു ഇൻവിറ്റേഷൻ ഇറക്കുകയാണ് പുറത്തോട്ട്, ഇങ്ങനെ ഷെയർസ് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രോസ്പെക്ടസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഇൻ റിലേഷൻ ടു പ്രോസ്പെക്ടസ്. ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ്, ഡേറ്റിംഗ് ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് നമ്മൾ എന്നാണോ പബ്ലിഷ് ചെയ്യുന്നത് അതാണ് പ്രോസ്പെക്ടസിൻ്റെ ഡേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡേറ്റ് ഓൺ ദി പ്രോസ്പെക്ടസ് ഷാൽ ബി ഡീംഡ് ടു ബി ദി ഡേറ്റ് ഓഫ് ദി പബ്ലിക്കേഷൻ ഓഫ് ദി പ്രോസ്പെക്ടസ്. എന്നാണോ പ്രോസ്പെക്ടസ് പുറത്ത് വിടുന്നത് അതാണ് പ്രോസ്പെക്റ്റിൻ്റെ ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തത് രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ്. നമ്മൾ പ്രോസ്പെക്ടസ് ഉണ്ടാക്കിയതിന് ശേഷം അത് രജിസ്ട്രാറിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യണം. സെക്ഷൻ 26 സബ്സെക്ഷൻ 1 റിക്വയർസ് ദി ഡെലിവറി ഓഫ് എ കോപ്പി ഓഫ് ദി പ്രോസ്പെക്ട് ടു ദി രജിസ്ട്രാർ ഓൺ ഓർ ബിഫോർ ദി ഡേറ്റ് ഓഫ് ഇറ്റ്സ് പബ്ലിക്കേഷൻ. അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് വേണം നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്ത് ഒരു പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി സബ്മിറ്റ് ചെയ്യാനായിട്ട്. ദി കോപ്പി ഷുഡ് ബി സൈൻഡ് ബൈ ഓൾ ദി പേഴ്സൺ നെയിംഡ് therein as directors or proposed director or by this duly authorized attorney. ആ കോപ്പി എല്ലാ ആൾക്കാരും ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് അറ്റോർണി ആയിട്ടോ ആരാണോ നിയമിച്ചിട്ടുള്ളത് അവരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടാവണം. എവരി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ഓൺ ദി ഫേസ് ഓഫ് ഇറ്റ്, അതായത് പ്രോസ്പെക്റ്റിൻ്റെ ഫ്രണ്ടിൽ എഴുതേണ്ട കാര്യമാണ്. സ്റ്റേറ്റ് ദാറ്റ് എ കോപ്പി ഹാസ് ബീൻ ഡെലിവേർഡ് ഫോർ രജിസ്ട്രേഷൻ ടു ദി രജിസ്ട്രാർ ആസ് റിക്വയർഡ് അണ്ടർ ദി സബ്സെക്ഷൻ 4. സബ്സെക്ഷൻ 4 പ്രകാരം ഈ പ്രോസ്പെക്ടസിൻ്റെ കോപ്പി രജിസ്ട്രേഷന് വേണ്ടി രജിസ്ട്രാറിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ പ്രോസ്പെക്ടസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്, സ്പെസിഫൈ എനി ഡോക്യുമെൻറ്റ് റിക്വയർഡ് ബൈ ദിസ് സെക്ഷൻ ടു ബി അറ്റാച്ച്ഡ് ടു ദി കോപ്പീസ് ഓർ ഡെലിവേർഡ് ഓർ ദെർഫോർ റെഫർ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദി പ്രോസ്പെക്ടസ് വിച്ച് സ്പെസിഫൈ ദീസ് ഡോക്യുമെൻറ്റ്സ്. ഈ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവണം. പ്രോസ്പെക്ടസിൽ അതും പറഞ്ഞിട്ടുണ്ടാവണം. ദി രജിസ്ട്രാർ ഷാൽ നോട്ട് രജിസ്റ്റർ എ പ്രോസ്പെക്ടസ് അൺലെസ് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി സെക്ഷൻ. അതായത് ലോ പ്രകാരം പ്രോപ്പറായിട്ട് എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യില്ല. ഓൾറെഡി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള കമ്പനിയാണെങ്കിലും ഈ നിയമങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യേണ്ടതാണ്. ദി നോ പ്രോസ്പെക്ടസ് ഷാൽ ബി ഇഷ്യൂഡ് ആഫ്റ്റർ 90 days ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ദി കോപ്പി ഓഫ് ഇറ്റ് വാസ് ഡെലിവേർഡ് ടു ദി രജിസ്ട്രാർ. രജിസ്ട്രാറിന് കിട്ടിയതിന് ശേഷം, അതായത് കോപ്പി കിട്ടിയതിന് ശേഷം 90 ഡേയ്സ് കഴിഞ്ഞിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോഴത്തേനും അതിൻ്റെ വാലിഡിറ്റി കഴിയും. അതായത് പ്രോസ്പെക്ടസ് രജിസ്ട്രാറിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോസ്പെക്ടസിൻ്റെ വാലിഡിറ്റി 90 days കഴിയുമ്പോൾ കഴിയും. ദ റിഫ്യൂസൽ ടു രജിസ്റ്റർ ദി പ്രോസ്പെക്ടസ്. Section 26 subsection 7 provides that registrar shall not register a prospectus unless the requirement of section 26 with respect to its registration are complied with and the prospectus is accompanied by the consent in writing of all the persons needed in the prospectus. Section 26 subsection 1 പ്രകാരം രജിസ്ട്രാർ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യില്ല. ഏത് സിറ്റുവേഷനിൽ സെക്ഷൻ 26 പ്രകാരം പ്രോസ്പെക്ടസ് സബ്മിറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എല്ലാ പേഴ്സൺസിൻ്റെയും കൺസെൻറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരത് രജിസ്റ്റർ ചെയ്യില്ല, പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യില്ല. അതല്ലാതെ പ്രോസ്പെക്ടസ് റെഫ്യൂസ് ചെയ്യാനുള്ള വേറെ കാര്യങ്ങളാണ്. ഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യില്ല. അതേമാതിരി ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ
മാറ്റേഴ്സ് റിപ്പോർട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ. ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവണം, അതേമാതിരി റിപ്പോർട്ട്സ് ഉണ്ടാവണം, ഡിക്ലറേഷൻ ഉണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യില്ല. ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ റിപ്പോർട്ട്സ് ഓഫ് എക്സ്പേർട്സ് എൻഗേജ്ഡ് ഓർ ഇൻട്രസ്റ്റഡ് ഇൻ ദി ഫോർമേഷൻ ഓർ പ്രൊമോഷൻ ഓർ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട്സ് ഉണ്ട്, പക്ഷേ ആ എക്സ്പേർട്ടിന് കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ റിപ്പോർട്ടാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതും റെഫ്യൂസ് ചെയ്യും. നാലാമത്തത്, ഇറ്റ് ഇൻക്ലൂഡ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടഡ് ടു ബി മെയ്ഡ് ബൈ ആൻ എക്സ്പെർട്ട് വിത്തൗട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് അയാളുടെ റിട്ടേൺ കൺസെൻറ്റ് ഇല്ല. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനുള്ള കൺസെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും, അതേപോലെ കൺസെൻറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ ഇത് പ്രോസ്പെക്ടസ് രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് വിഡ്രോ ചെയ്താലും ആ റിപ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതും റെഫ്യൂസ് ചെയ്യും, രജിസ്ട്രാർ അതും റെഫ്യൂസ് ചെയ്യും. അഞ്ചാമത്തെ സിറ്റുവേഷൻ, രജിസ്ട്രാർ കോപ്പി ഡെലിവേർഡ് ടു ദി രജിസ്ട്രാർ ഇസ് നോട്ട് സൈൻ ബൈ എവരി പേഴ്സൺ ഹു ഇസ് നെയിംഡ് ദെയർ. അതായത് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഡയറക്ടർ ഓഫ് ദി കമ്പനി, ഓർ അതല്ലാതെ ഡ്യൂലി ഓതറൈസ് ചെയ്തിട്ടുള്ള അറ്റോർണി ആരെങ്കിലും സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും അങ്ങനെയുള്ള പ്രോസ്പെക്ടസും രജിസ്ട്രാർ റെഫ്യൂസ് ചെയ്യും. പ്രോപ്പറായിട്ട് ഈ മേലെ പറഞ്ഞ പ്രൊവിഷൻസ് ഒക്കെ സെക്ഷൻ 26 പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 50,000 rupees മുതൽ 1 lakh rupees വരെ ഫൈൻ വരും. എവരി പേഴ്സൺ ഹു ഈസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനായിട്ട് നിയമിച്ചുള്ള ഓഫീസേഴ്സും അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കുമാണ് ഈ ഫൈൻ വരിക. അതേമാതിരി അവർക്ക് ഇംപ്രിസൺമെൻറ്റിനും വഴിയുണ്ട്. അതായത് ഇംപ്രിസൺമെൻറ്റിന് 3 years മുതൽ 3 years വരെയാണ് ഇംപ്രിസൺമെൻറ്റ്, ജയിലിലിടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് 3 years വരെ. അതിൻ്റെ കൂടെ തന്നെ ഫൈനും ഉണ്ടാകും. 50,000 rupees മുതൽ 1 lakh rupees വരെ അതിൻ്റെ കൂടെ ഫൈനും ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ രണ്ടും ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അതാണ് പെനാൾട്ടി. കമ്പനിക്ക് 50,000 rupees മുതൽ 1 lakh വരെ 3 lakh വരെ ഫൈൻ. Then prospectus in the form of advertisement. When an advertisement of any prospectus of a company is published in any manner, it shall be necessary to specify therein the contents of its memorandum as regard the objectives, the liability of members, the amount of share capital of the company, and the names of the signatures to the memorandum, and the number of shares described by them and its capital structure. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റും ആദ്യമാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് കമ്പനിയുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ഉണ്ടാവണം, അതിനകത്ത് ഉണ്ടാവണം ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എത്രയാണെന്നുണ്ടാവണം, ഷെയർ ക്യാപിറ്റൽ എത്രത്തോളം ഷെയർ ക്യാപിറ്റലാണ് റേസ് ചെയ്യുന്നതുണ്ടാവണം, മെമ്മോറാൻഡം സൈൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരും പേരുണ്ടാവണം, അവരുടെ എത്രത്തോളം നമ്പേഴ്സ് ഷെയർസാണ് അവർ ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്യുന്നതുണ്ടാവണം, ക്യാപിറ്റൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവണം. വെൻ പ്രോസ്പെക്ടസ് ഈസ് നോട്ട് റിക്വയർഡ് ടു ബി ഇഷ്യൂ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻസ്, ഫസ്റ്റ് വൺ പ്രൈവറ്റ് കമ്പനി, അവർക്ക് പബ്ലിക് ഇൻവിറ്റേഷൻ പാടില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. രണ്ടാമത്, ദേ ക്യാൻ മൊബിലൈസ് റിസോഴ്സസ് ത്രൂ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഒരു പബ്ലിക് കമ്പനിയാണ്, പക്ഷേ അവരുടെ പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിന് തോന്നുകയാണ് നമുക്ക് നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പും കണക്ഷനും വെച്ചിട്ട് തന്നെ നമുക്ക് ക്യാഷ് റേസ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഓഫർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രോസ്പെക്ടസ് കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ല. അടുത്തത്, യൂണിഫോം ഇൻ ഓൾ റെസ്പെക്ട്സ്, അതായത് ഇതിന് മുമ്പ് നമ്മൾ ഷെയർസോ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്തപ്പോൾ അതേപോലെ നമ്മളെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓൾറെഡി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യലി ഇനി അതേപോലത്തെ ഷെയർസ് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പെഷ്യലി വേറെ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യേണ്ടതോ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. Then prospectus by implication or deemed prospectus, the medium of issue house, അതായത് ഇപ്പോൾ കമ്പനിക്ക് ഡയറക്റ്റായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് മാതിരി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു തേർഡ് പാർട്ടീനെ നിയമിക്കാൻ പറ്റും ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇഷ്യൂ ഹൗസ് എന്ന് പറയുന്നത്. ആ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ഇഷ്യൂ ഹൗസിലോട്ട് ഷെയർസ് കൊടുക്കും. അവരാണ് പിന്നെ ഷെയർസ് ഓരോ ആൾക്ക് പബ്ലിക് ഇൻവിറ്റേഷനൊക്കെ കൊടുത്തിട്ട് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ആപ്ലിക്കേഷൻ മണീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ഇഷ്യൂ ഹൗസ് ആയിരിക്കും. അതാണ് ഇംപ്ലിക്കേറ്റഡ് ഡ്രീം പ്രോസ്പെക്ടസിൻ്റെ സിറ്റുവേഷൻ അവിടെയാണ് വരുന്നത്. ദി മീഡിയം ഓഫ് ഇഷ്യൂ ഹൗസ്, ദി ഷെയർസ് ഓഫ് ഡിബഞ്ചേഴ്സ് വിൽ ബി അലോട്ടഡ് ടു ദിസ് ഇഷ്യൂ ഹൗസ് വിച്ച് വിൽ ബി invite subscription from the public through their own offer documents. അങ്ങനെ ഇഷ്യൂ ഹൗസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം അവർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് ഓഫർ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുക.
അപ്പം അവർ ഇറക്കുന്ന ഓഫർ ഡോക്യുമെൻറ്റ്സും പ്രോസ്പെക്ടസ് ഇട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ഈവൻ ദോ വേറെ കമ്പനിയുടെ ഷെയർസാണ്, അതായത് ഇപ്പം എ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർസാണ് ഒരു ഇഷ്യൂ ഹൗസ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവർ ഇഷ്യൂ ഹൗസ് ഇറക്കുന്ന ഡോക്യുമെൻറ്റ്സും കമ്പനി എയുടെ പ്രോസ്പെക്ടേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതാണ് ഡീംഡ് ടു ബി പ്രോസ്പെക്ടസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Section 25 has been essentially designed to check the bypassing of the provisions of Section 26 by making an offer for sale of shares or debentures through the medium of issue house. Issue house പബ്ലിഷ് ചെയ്യുന്ന ഓഫർ ഡോക്യുമെൻറ്റ്സും പ്രോസ്പെക്ടസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 26 പ്രകാരം കുറേ കാര്യങ്ങൾ ഇൻഫോർമേഷൻസും കാര്യങ്ങളും പ്രോസ്പെക്ടസിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പം അവർക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ ഇഷ്യൂ ഹൗസിൽ പോയിട്ട് അവരാണ് അവരെ കൊണ്ട് ഇഷ്യൂ ചെയ്യിക്കാൻ ഷെയർസ് ഇഷ്യൂ ചെയ്യിക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൻ 26 വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആകുമ്പോഴാണ് അപ്പോൾ അവർക്ക് അവരുടെ ഇൻഫോർമേഷൻസ് പുറത്തു വിടേണ്ട ആവശ്യം വരില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇഷ്യൂ ഹൗസിനെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആണ്, അത് ലോഫുൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അതാണ് സെക്ഷൻ 25 ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. സെക്ഷൻ 26 രക്ഷപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഒളിച്ചു വെക്കാനോ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 25 ഇത് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയാൻ കാരണം. അത് ഇഷ്യൂ ഹൗസ് ഇഷ്യൂ ചെയ്യുന്ന ഓഫർ ഡോക്യുമെൻറ്റും പ്രോസ്പെക്ടസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം അതാണ്. The Section 25 subsection 1 provides that where a company allots or agrees to allot any shares or debentures with a view to these being offered to sale to the public, any document which the offer of for sale to the public is made shall for all purposes to be deemed to be prospectus issued by the company. അതായത് ഇഷ്യൂയിങ് ഹൗസ് സെക്ഷൻ 25 സബ്സെക്ഷൻ 1 പ്രകാരം ഓഫർ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ് അവരുടെ ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ എന്തെങ്കിലും പബ്ലിക്കിലോട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും പ്രോസ്പെക്ടേഴ്സ് ആയിട്ട് തന്നെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടേഴ്സ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യാം. Further, subsection 2 of the section 25 provides that unless the contrary is proved, an allotment of or an agreement to allot shares or debentures shall be deemed to have been made with a view to the shares or debentures being offered for sale to the public if it is shown. ഇതല്ലാതെ കൺസിഡർ ചെയ്യും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ that the offer of the shares or debentures for sale to the public was made within 6 months after the allotment or agreement or to allot. Within 6 months അലോട്ട്മെൻറ്റ് ചെയ്യണം. അതായത് ഷെയർസ് പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഓഫർ വെച്ചതിന് ശേഷം വിത്തിൻ 6 months അലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതേമാതിരി ദാറ്റ് അറ്റ് ദി ഡേറ്റ് വെൻ ദ ഓഫർ വാസ് മെയ്ഡ് ദി വോൾ കൺസിഡറേഷൻ ടു ബി റിസീവ്ഡ് ബൈ ദി കമ്പനി ഇൻ റെസ്പെക്ട് ഓഫ് ദി ഷെയർസ് ഓഫ് ഡിവിഡൻസ് ഹാഡ് നോട്ട് ബീൻ റിസീവ്ഡ് ബൈ. അതായത് ഇഷ്യൂയിങ് ഹൗസിന് അവർക്ക് തരാമെന്ന് പറഞ്ഞ കൺസിഡറേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതും നമ്മൾ പ്രോസ്പെക്ടസ് ആയിട്ട് അങ്ങനത്തെ സിറ്റുവേഷനിലും ഓഫർ ഡോക്യുമെൻറ്റ് പ്രോസ്പെക്ടസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. Then additional requirements relating to deemed prospectus, net amount of consideration received. Deemed prospectus വേണ്ട അഡീഷണൽ 2 ഇൻഫോർമേഷൻസ് ആണ്. ഫസ്റ്റ് കൺസിഡറേഷൻ ഇഷ്യൂയിങ് ഹൗസിന് എത്രയാണോ കമ്പനി പേ ചെയ്തിട്ടുള്ളത്, അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ഹൗസിങ്ങിന് കമ്പനി പേ ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാണ്. അതേമാതിരി കമ്പനിയും ഇഷ്യൂയിങ് ഹൗസും തമ്മിലുള്ള കോൺട്രാക്റ്റിൻ്റെ പ്ലേസും ടൈം എന്നാണോ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ടൈം, അതേമാതിരി എവിടെ വെച്ചിട്ടാണോ എൻ്റർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്ലേസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. വിത്ത് ദ പേഴ്സൺ മേക്കിംഗ് ദി ഓഫർ ഈസ് എ കമ്പനി ദി ഡോക്യുമെൻറ്റ് മസ്റ്റ് ബി സൈൻ ബൈ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ്. അതായത് ഒരു കമ്പനിയാണ്, ഒരു ഇഷ്യൂയിങ് ഹൗസ് ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഡയറക്ടേഴ്സ് ഈ പ്രോസ്പെക്ടസ് അതായത് ഈ ഡോക്യുമെൻറ്റ് ഓഫർ ഡോക്യുമെൻറ്റ് അതായത് ഡീംഡ് പ്രോസ്പെക്ടസ് സൈൻ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് shelf prospectus or red herring prospectus. Shelf prospectus means a prospectus in respect of which the securities and class of securities included therein are issued for subscription on one or more issues over a certain period without the issue of further prospectus. അതായത് ഓൾറെഡി നമ്മളൊരു പ്രോസ്പെക്ടസ് ഉണ്ടാക്കി നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തു. വിത്തിൻ 1 year തന്നെ നമുക്കൊരു കുറച്ച് ഷെയർസും കൂടെ നമ്മൾ ഇഷ്യൂ ചെയ്യാനുണ്ട്. അങ്ങനത്തെ ഇതിൽ നമ്മൾ ഷെൽഫ് പ്രോസ്പെക്ടസ് ആണ് വെക്കുക. അതായത് ആദ്യത്തെ പ്രോസ്പെക്ടസിൻ്റെ അതേ ബേസിൽ തന്നെ നമ്മൾ പിന്നെയും ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയാം. ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ വാലിഡിറ്റി 1 year ആണ്. ഫസ്റ്റ് ഓഫർ കൊടുത്ത് സെക്യൂരിറ്റീസ് ഓഫർ ചെയ്തതിന് ശേഷം അന്ന് മുതൽ 1 yearലേക്കാണ് ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ വാലിഡിറ്റി വരിക.
ഇത് സെക്ഷൻ 31 പ്രകാരമാണ് സെൽഫ് പ്രോസ്പെക്ടസ് വരിക. അതിൻ്റെ പ്രൊവിഷൻസ് ആണ്. ഫസ്റ്റ്, ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മേ പ്രൊവൈഡ് ദി റെഗുലേഷൻസ് ഇൻ ദിസ് ബിഹാഫ്. സെൽഫ് പ്രോസ്പെക്ടസിൻ്റെ റെഗുലേഷൻസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് തരുന്നത്. അതേമാതിരി രജിസ്ട്രാറിന് പുതിയ പ്രോസ്പെക്ടസ് നമ്മൾ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ വാലിഡിറ്റീൻ്റെ സമയത്ത്, അതായത് വിത്തിൻ 1 ഇയറാണ് ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ വാലിഡിറ്റി. അതിനുള്ളിൽ നമ്മൾ വേറെ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രോസ്പെക്ടസ് പോയിട്ട് രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തത്, ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് റിലേറ്റിംഗ് ടു ന്യൂ ചാർജസ് ക്രിയേറ്റഡ് ചേഞ്ചസ് ഇൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്, പുതിയ ചാർജസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതേമാതിരി ഫിനാൻഷ്യൽ പൊസിഷൻ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അത് രണ്ടാമത്തെ സബ്സിക്വൻ്റ് ഓഫർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. നാലാമത്തത്, ആൻ ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം ഷാൽ ബി ഇഷ്യൂഡ് ടു ദി പബ്ലിക് അലോങ് വിത്ത് ഷെൽഫ് പ്രോസ്പെക്ടസ് ഫയൽ ടു ദി സ്റ്റേജ് ഓഫ് ദി ഫസ്റ്റ് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ്. അതായത് സെക്യൂരിറ്റീസ് ഫസ്റ്റ് ഓഫർ ചെയ്തതിന് ശേഷം നമ്മൾ സബ്സിക്വൻ്റ് ഓഫറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഷെൽഫ് പ്രോസ്പെക്ടസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം ഇഷ്യൂ ചെയ്യണം. അതായത് എന്തെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത്, പുതിയ നമുക്ക് ലയബിലിറ്റീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം കൂടെ ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ ഇഷ്യൂ ചെയ്യണം. ഇവിടെ മെമ്മോറാണ്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റിപ്പോർട്ട്, നോട്ട്, സമ്മറി ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ല. അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അടുത്തത് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് സെക്ഷൻ 32. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 32 വരുന്നതാണ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്. A red herring prospectus means a prospectus which does not include complete particulars of the quantum or price of the securities included therein. അതൊരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണ്, പക്ഷേ ഒരു പ്രോപ്പർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഇറക്കുന്ന ഒരു സിമ്പിൾ ഫോം ഓഫ് പ്രോസ്പെക്ടസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രോസ്പെക്ടസ് ഉണ്ടാകുന്ന അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊന്നും റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് ഉണ്ടാവില്ല. അതായത് നമ്മൾ ഷെയർസിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല, ഷെയർസിൻ്റെ എണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടില്ലാത്തൊരു പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനി യൂഷ്വലി ഇത് ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു 3-4 ഡേയ്സ് മുമ്പാണ് രജിസ്ട്രാറിൻ്റെ അടുത്ത് ഇത് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസും ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി പ്രോസ്പെക്ടസിൽ എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ആണ് ഒരു പ്രോസ്പെക്ടസിനുള്ളത്, ആ ഒബ്ലിഗേഷൻസ് എല്ലാം റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിനും ഉണ്ടാകും. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ആസ് കംപ്ലീറ്റ് ആസ് പ്രോസ്പെക്ടസ്. അതായത് പ്രോസ്പെക്ടസിന് അത്ര കംപ്ലീറ്റ് അല്ല റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് ഉണ്ടെങ്കിലും ഒബ്ലിഗേഷൻസ് സെയിം ആണ്. ഫോർത്ത്, any variation between the red herring prospectus and prospectus shall be highlighted as variations in the prospectus. ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്ത റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ പ്രോസ്പെക്ടസ് വേറെ നമ്മൾ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പം അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഉണ്ടാവണം എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത്. അടുത്തത്, upon the closing of the offer of securities, the prospectus stating therein total capital raised whether or by way of debt or share capital. സെക്യൂരിറ്റീസിൻ്റെ ഓഫർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ക്യാപിറ്റലാണ് റേസ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം ഡെറ്റ് ഉണ്ട്, എത്രത്തോളം ഷെയർ അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി സെക്യൂരിറ്റീസിൻ്റെ ക്ലോസിംഗ് പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി രജിസ്ട്രാറിനോ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിന് ഫയൽ ചെയ്തിട്ടുള്ള റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിൻ്റെ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കണം പ്രോസ്പെക്ടസിൻ്റെ ഉള്ളിൽ. അടുത്തത്, മിനിമം സബ്സ്ക്രിപ്ഷൻ. നമ്മൾ ഷെയർസ് പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യുമ്പം അതിനകത്തൊരു മിനിമം സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ടാകും. അതായത് മിനിമം ഇത്ര സബ്സ്ക്രിപ്ഷനെങ്കിലും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷനെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇഷ്യൂ ക്യാൻസൽ ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കമ്പനീസിൽ ഭയങ്കര നഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ സാധാരണ അണ്ടർ റൈറ്റേഴ്സിന് വെക്കും. നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അണ്ടർ റൈറ്റേഴ്സിന് വെക്കും മിനിമം സബ്സ്ക്രിപ്ഷൻ ഗ്യാരണ്ടി ചെയ്യാനായിട്ട്. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. നോ അലോട്ട്മെൻറ്റ് ഓഫ് എനി സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഓഫർ ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഷാൽ ബി മെയ്ഡ് അൺലെസ് ദി amount stated in the prospectus as the minimum amount has been subscribed and the sums payable on application for the amount so stated have been paid and received by the company by check or other instrument. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് ആർട്ടിക്കിളിൽ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവും.
അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും സെക്യൂരിറ്റി സെബി പറഞ്ഞിട്ടുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ ലെവലുണ്ട്. അപ്പം അത്രയെങ്കിലും എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടില്ല, അത്രയും സമ്മ് ആരും പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ക്യാൻസലാക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ അക്കൗണ്ട് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആക്കി വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇഷ്യൂ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയാണോ കിട്ടിയത് അത് അവർക്ക് ആരൊക്കെയാണോ തന്നത് അവർക്ക് തന്നെ തിരിച്ച് നമ്മൾ റീപേ ചെയ്ത് കൊടുക്കണം. ആസ് പെർ റൂൾ 11 ഓഫ് ദി കമ്പനീസ് റൂൾസ് 2014 ദി ആപ്ലിക്കേഷൻ മണി ഷാൽ ബി റീപേഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 15 ഡേയ്സ്. അതായത് ഇഷ്യൂ ക്ലോസ് ചെയ്തിട്ട് 15 ഡേയ്സിനുള്ളിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 15 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ മണി തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. അതിൽ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണോ കൺസേൺഡ് ഓഫീസർ അവർക്ക് ഡയറക്ടേഴ്സിനും കൺസേൺഡ് ഓഫീസറിനും അവർ മണി റീപേ ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. 15% പെർ ആനം എന്നുള്ള റേറ്റിൽ ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കേണ്ടി വരും. കമ്പനിയാണ് ഫെയിൽ, അതായത് കമ്പനി എമൗണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ ഓഫീസേഴ്സും ആരാണോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസേഴ്സും അവർക്ക് പെനാൾട്ടി ഉണ്ടാവും. 1000 റുപ്പീസ് ഈച്ച് ഡേ, ഓരോ ദിവസവും 1000 റുപ്പീസ് വെച്ചിട്ട് അപ് ടു 1 lakh റുപ്പീസ്, 1 lakh റുപ്പീസ് വരെയാണ് മാക്സിമം റുപ്പീസാണ് 1 lakhനകത്ത് ഏറ്റവും കുറവ് ഏതാണോ അതാണ് ഫൈനായിട്ട് വരിക. അടുത്തത് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോസ്പെക്ടസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഇപ്പം എന്തെങ്കിലും ഉള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല, പ്രോസ്പെക്ടസിൻ്റെ ഉള്ളിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല, എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഒമിറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതാതിരുന്നു, അതേപോലെ എന്തെങ്കിലും കാര്യം തെറ്റായിട്ട് നമ്മൾ എഴുതി, ഇതൊക്കെയാണ് നമ്മൾ മിസ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. According to section 34 subsection 1 of the Act, a statement included in a prospectus shall be deemed to be untrue. പ്രോസ്പെക്ടസിൽ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമ്മൾ വിചാരിക്കുന്ന സിറ്റുവേഷൻ, തെറ്റാണെന്ന് കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷനാണ് ഫസ്റ്റ്. ഇഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് മിസ്ലീഡിങ് ഇൻ ദി ഫോം ഓർ കോണ്ടക്സ്റ്റ് ഇൻ വിച്ച് ഈസ് ഇൻക്ലൂഡഡ്. അത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുള്ള ഫോം ഏത് കോണ്ടക്സ്റ്റ് ആണോ എഴുതിയിട്ടുള്ളത് അത് മിസ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് കൺസിഡർ ചെയ്യുക. രണ്ടാമത്തത് where an inclusion or omission from a prospectus of any matter is likely to mislead. എന്തെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്, മനഃപൂർവ്വം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അൺട്രൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. അതേമാതിരി മെറ്റീരിയൽ ഫാക്ട്സ് സപ്രസ് ചെയ്ത് എഴുതാതിരുന്നു കഴിഞ്ഞാൽ അതും ഫ്രോഡുലൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമ്മൾ ഒരു ഷെയർ വാങ്ങിക്കുന്നതിൽ നമുക്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഷെയർസ് നമ്മൾ വാങ്ങിക്കുന്നത്, നമ്മൾ തീരുമാനത്തിന് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഒളിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ആ പ്രോസ്പെക്ടസിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മിസ്സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. ദി വിത്ത്ഹോൾഡിംഗ് ഓഫ് ഫാക്ട്സ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇഫ് നോട്ട് സ്റ്റേറ്റഡ് ഇറ്റ് മേക്സ് ദാറ്റ് വിച്ച് ഈസ് സ്റ്റേറ്റഡ് അബ്സല്യൂട്ട്ലി ഫോൾസ്. അതായത് എന്തെങ്കിലും കാര്യം മെറ്റീരിയൽ ഫാക്റ്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് എഴുതിയ രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുക. അങ്ങനത്തെ സിറ്റുവേഷൻ ആകുമ്പം എന്താണ് ലയബിലിറ്റി ആൻഡ് ഡിഫൻസ് എന്നുള്ളത് നോക്കാം. Liability and defense. If there is any misrepresentation of the material fact in a prospect, there may arise civil liability and criminal liability. അങ്ങനെ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് സിവിൽ ലയബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവും. സിവിൽ ലയബിലിറ്റി പറയുമ്പോൾ ദി കമ്പനി ആൻഡ് എവരി പേഴ്സൺ ഹൂ ഈസ് എ ഡയറക്ടർ ഓഫ് ദി കമ്പനി അറ്റ് ദി ടൈം ഓഫ് ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിയിൽ ഡയറക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ആൾക്ക് as authorized himself to be named and is named in the prospectus as the director. അതായത് പ്രോസ്പെക്റ്റിൽ പേര് വന്നിട്ടുള്ള ആൾക്കാർ, അതായത് ഡയറക്ടർ ഒക്കെ ആയിരിക്കാം, അതല്ലാതെ ഓതറൈസ്ഡ് പേഴ്സൺ ആരാണോ അവരായിരിക്കാം. ഇവരെല്ലാവരും അതേമാതിരി കമ്പനിയുടെ പ്രൊമോട്ടർ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ ഓതറൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അതേമാതിരി എക്സ്പേർട്ട് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ആ എക്സ്പേർട്ട് റിപ്പോർട്ട് തരുന്ന ആൾ, ഈ ആൾക്കാരെല്ലാം ലയബിൾ ആയിരിക്കും. സിവിൽ ലയബിലിറ്റി ഇവരെല്ലാം ഫേസ് ചെയ്യുന്നതാണ്. അവരുടെ പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ സെക്ഷൻ 36 പ്രകാരം അവർ കോമ്പൻസേഷൻ കൊടുക്കണം. ആർക്കെങ്കിലും ഡാമേജ്, ലോസ്, നഷ്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഡിഫൻസസ് അവൈലബിൾ ടു അവോയ്ഡ് സിവിൽ ലയബിലിറ്റി എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഇഫ് ഹി പ്രൂവ്സ്, അതായത് ഈ നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സിവിൽ ലയബിലിറ്റി ഒഴിവാക്കാൻ കഴിയും. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ദാറ്റ് ഹാവിംഗ് കൺസെൻറ്റഡ് ടു ബിക്കം എ ഡയറക്ടർ ഓഫ് ദി കമ്പനി ഹി വിത്ഡ്രൂ ഹിസ് കൺസെൻറ്റ് ബിഫോർ ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. ഡയറക്ടർ ആവാനുള്ള കൺസെൻറ്റ് ഉണ്ട്, പക്ഷേ
പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കൺസെൻറ്റ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സിവിൽ ലയബിലിറ്റി നേരിടേണ്ടി വരില്ല. അതേമാതിരി ഒരാളുടെ അതോറിറ്റിയോ കൺസെൻറ്റോ ഇല്ലാതെയാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതെന്നുണ്ടെങ്കിൽ അവർക്കും സിവിൽ ലയബിലിറ്റി നേരിടേണ്ടി വരില്ല. മൂന്നാമത്തെ സിറ്റുവേഷൻ, അതായത് പ്രോസ്പെക്ടസ് വാസ് ഇഷ്യൂഡ് വിത്തൗട്ട് ഹിസ് നോളജ് ഓർ കൺസെൻറ്റ്. പ്രോസ്പെക്ടസ് അയാളുടെ അറിവില്ലാതെയാണ് ഇഷ്യൂ ചെയ്തതെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇഷ്യൂ ചെയ്തു പക്ഷേ അയാൾക്ക് അത് പിന്നീട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ അയാൾ അതിനനുസരിച്ച് ഒരു പബ്ലിക് നോട്ടീസ് ഇറക്കുകയാണ്. അത് എൻ്റെ സമ്മതത്തോടു കൂടിയല്ല, എൻ്റെ അറിവോട് കൂടിയല്ല പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് സിവിൽ ലയബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതേമാതിരി വിത്ത് റെസ്പെക്ട് ഓഫ് ടു എവരി മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പെർട്ടറേറ്റഡ് ടു ഹാവ് ബീൻ മെഡ് ബൈ ആൻ എക്സ്പെർട്ട് ഓർ കോപ്പി ടു എക്സ്ട്രാക്ട് ഫ്രം എ റിപ്പോർട്ടർ വാലുവേഷൻ ഹി ഹാഡ് റീസണബിൾ ഗ്രൗണ്ട് ടു ബിലീവ് ആൻഡ് ഡിഡ് അപ് ടു ദി ടൈം ഓഫ് ഇഷ്യൂ എ പ്രോസ്പെക്ടസ്. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് വരെ ഈ എക്സ്പേർട്ട് വിചാരിച്ചത് അയാൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണ്, അയാളുടെ വാലുവേഷൻ റിപ്പോർട്ട് കറക്റ്റാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തതെന്ന് അയാൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും സിവിൽ ലയബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. If the prospectus has been issued with intent to defraud the applicants for the securities of a company or any other person or for any fraudulent purpose, every person referred to in subsection 1 shall be personally responsible without any limitation of liability. ഇപ്പോൾ ഒരാൾ മനഃപൂർവ്വം ആപ്ലിക്കൻസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഫോർ ഓൾ ഓർ എനി ഓഫ് ദി ലോസ്, അതായത് ആർക്കൊക്കെയാണോ നഷ്ടം വന്നിട്ടുള്ളത് അത്രയും നഷ്ടം വന്നത് ഫുള്ളും ഈ ഫ്രോഡ് ചെയ്യാൻ വേണ്ടി നിന്ന ആൾക്ക് അവരായിരിക്കും ആ ലോസ് തിരുത്തേണ്ടി വരിക, അതായത് ആ ലോസ് മീറ്റ് ചെയ്യേണ്ടി വരിക അവരായിരിക്കും. എല്ലാവർക്കും ആർക്കൊക്കെയാണോ നഷ്ടം വന്നത് അവർക്കെല്ലാം അവർക്ക് ലോസ് വന്നത് അത്രയും എമൗണ്ടും തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അടുത്തത് ക്രിമിനൽ ലയബിലിറ്റി. Every person who authorizes the issue of such prospectus shall be punishable with imprisonment of a term. ആരാണോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ ഓതറൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, പ്രോസ്പെക്ടസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ജയിലിൽ പോകേണ്ട ഒരു ഇത് വരും. അതായത് അപ് ടു 6 months മുതൽ 1 year വരെ ജയിലിൽ വിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേമാതിരി ഫൈൻ കൊടുക്കാൻ 1000, അതേമാതിരി ഫൈനും കൊടുക്കും. ലെസ് ദാൻ ദി എമൗണ്ട് ഇൻവോൾവ് ഇൻ ദി ഫ്രോഡ്. എത്ര രൂപയാണോ ഫ്രോഡിൽ അയാൾ പറ്റിക്കാൻ നോക്കിയത് ആ എമൗണ്ടിൽ കുറയാത്ത പൈസയും അതേമാതിരി അത് ഇൻറ്റു 2, അതിൻ്റെ 3 times വരെ ഫൈൻ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ഡിഫെൻസസ് അവൈലബിൾ ടു അവോയ്ഡ് ക്രിമിനൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റി അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദി അഫോഴ്സ്ഡ് ക്രിമിനൽ ലയബിലിറ്റി വിൽ നോട്ട് ബി അട്രാക്റ്റഡ് ഇഫ് എ പേഴ്സൺ പ്രൂവ്സ് ദാറ്റ് സച്ച് സ്റ്റേറ്റ്മെന്റ് ഓർ ഒമിഷൻ വാസ് ഇമ്മെറ്റീരിയൽ ആൻഡ് ദാറ്റ് ഹി ഹാഡ് റീസണബിൾ ഗ്രൗണ്ട്സ് ടു ബിലീവ് ആൻഡ് ഡിഡ് അപ് ടു ദി ടൈം ടു ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് വരെ ഒമിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിനകത്ത് പ്രോസ്പെക്ടസിലുണ്ടായിരുന്ന കാര്യങ്ങളോ തെറ്റാണെന്ന് അയാൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് അയാൾ പ്രൂവ് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പണിഷ്മെൻറ്റ് ഫോർ ഫ്രോഡിൽ ഇൻഡ്യൂസിങ് പേഴ്സൺ ടു ഇൻവെസ്റ്റ് മണി ഫ്രോഡുലൻ്റ്ലി, അതായത് വേറൊരാളെ പറ്റിച്ചിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണിഷ്മെൻ്റാണ് പറയുന്നത്. സെക്ഷൻ 36 പറയുന്നത് പ്രകാരം 36 പറയുന്നത് പ്രകാരം any person who eitherly knowingly or recklessly making any statement, promise or forecast which is false, deceptive or misleading, അതായത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ അല്ലെങ്കിൽ പ്രോമിസോ ഫോർകാസ്റ്റോ തെറ്റായ രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഡെലിബറേറ്റ്ലി കൺസീൽ എനി മെറ്റീരിയൽ ഫാക്ട്സ്, മനഃപൂർവ്വം എന്തെങ്കിലും ഒരു ഉള്ള കാര്യം മറച്ചു വെക്കുകയാണെങ്കിൽ അയാളെ 6 months മുതൽ 10 വർഷം വരെ ജയിലിലിടാം. അതേമാതിരി ഫൈൻ എത്രയാണോ അയാൾ പറ്റിക്കാൻ നോക്കിയത് ആ എമൗണ്ടോ അല്ലെങ്കിൽ എമൗണ്ട് 3 times വരെ ഫൈന് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ എഗ്രിമെൻറ്റ്സ് കവേർഡ് അണ്ടർ സെക്ഷൻ 36 ഇൻക്ലൂഡ് any agreement or with a view to acquiring, disposing of or subscribing or underwriting securities. സെക്ഷൻ 36 ഇതിനകത്ത് അതായത് ഫ്രോഡ് കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സെക്യൂരിറ്റീസ് അക്വയർ ചെയ്യാനോ ഡിസ്പോസ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ അണ്ടർ റേറ്റിംഗ് സെക്യൂരിറ്റീസ് ആണെങ്കിലും ഈ പണിഷ്മെൻറ്റ്സ് ഒക്കെ കിട്ടും. അതേമാതിരി എഗ്രിമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓർ ദി pretended purpose of which is to secure a profit to any of the parties from the yield of securities or the reference of fluctuations in the value of securitiesന്റെ വാല്യൂ ഫ്ലക്ച്വേഷൻസിൽ നിന്ന് ബെനിഫിറ്റ് വാങ്ങിക്കാനുള്ള ആൾക്കാരാണെങ്കിലും അതിനുള്ള എഗ്രിമെൻ്റ് ആണെങ്കിലും പണിഷ്മെൻ്റ് ഉണ്ടാവും. അതേപോലെ എഗ്രിമെൻറ്റ് ഫോർ
വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഫ്രം എനി ബാങ്ക് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്രെഡിറ്റ് ഫെസിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള എഗ്രിമെൻ്റ് ആണെങ്കിലും പണിഷ്മെൻറ്റ് ഉണ്ടാവും. ദെൻ ആക്ഷൻ ബൈ എഫക്റ്റഡ് പേഴ്സൺസ് ഓർ ക്ലാസ് ആക്ഷൻ സ്യൂട്ട്. അതായത് ഇപ്പോൾ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് കണ്ടിട്ട് ആൾക്കാർ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പോയിട്ട് കേസ് എടുക്കാനായിട്ട് സാധിക്കും. എ സ്യൂട്ട് മേ ബി ഫയൽഡ് ഓർ any other action may be taken under section 34 or section 35 or section 36 by any person or group of persons or by association of persons affected by any misleading statement or the inclusion or omission of any matter in the prospectus. സെക്ഷൻ 34 പ്രകാരമോ സെക്ഷൻ 35 പ്രകാരമോ സെക്ഷൻ 36 പ്രകാരമോ ഒരാൾക്കോ അല്ലെങ്കിൽ ആൾക്കാർക്ക് കുറേ അതിനകത്ത് എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ കൂടിച്ചേർന്നോ കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് സെക്ഷൻ 37 പറയുന്നത്. അടുത്തത് ഗോൾഡൻ റൂൾ ഫോർ ഫ്രെയിമിംഗ് ഓഫ് പ്രോസ്പെക്ടസ്. സോറി, പബ്ലിക്കിൽ ഒരു കമ്പനിയെ റെപ്രസെൻ്റ്, അതിൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഒരു പബ്ലിക്കിൽ വരുന്ന ആൾക്കാർ പബ്ലിക്കിലുള്ള ആൾക്കാർ അതിൻ്റെ ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് കണ്ടിട്ടാണ് ഒരു ഷെയർസ് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ പ്രോസ്പെക്ടസിലുള്ള കാര്യങ്ങൾ അത്രയും അക്യുറേറ്റ് ആയിട്ടുണ്ടാവണം. അതേമാതിരി എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള ഫാക്റ്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാവണം. ഒരു ഫാക്റ്റും ഒമിറ്റ് ചെയ്തിട്ടുണ്ടാവരുത്. അതായത് നമ്മളെ പർച്ചേസ് ചെയ്യണോ വേണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുന്ന കാര്യത്തിനകത്ത് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാക്ട്സും അതിനകത്ത് ഒമിറ്റ് ചെയ്തിട്ടുണ്ടാവരുത്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഗോൾഡൻ റൂൾ ഫോർ ഫ്രെയിമിംഗ് ദി പ്രോസ്പെക്ടസ്. ദസ് ദി പേഴ്സൺസ് ഇഷ്യൂയിങ് ദി പ്രോസ്പെക്ടസ് മസ്റ്റ് നോട്ട് ഓൺലി ഇൻക്ലൂഡ് ദി പ്രോസ്പെക്ടസ് ഓൾ ദി റെലവൻറ്റ് പർട്ടിക്കുലർ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 26 ഓഫ് ദി ആക്ട്. അതായത് സെക്ഷൻ 26 പ്രകാരം പ്രോസ്പെക്ടസിൽ ഉണ്ടാവണം എന്ന് പറയുന്ന കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി നിർബന്ധം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ പോരാ. അതല്ലാതെ അവർ കമ്പനി തന്നെ വോളണ്ടറി ഡിസ്ക്ലോസ് ചെയ്യുന്ന കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പർച്ചേസ് ചെയ്യണോ വേണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിനകത്ത് എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ടസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഗോൾഡൻ റൂൾ ഫോർ ഫ്രെയിമിംഗ് പ്രോസ്പെക്ടസ്. അടുത്തത് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഇൻ ഫിക്റ്റീഷ്യസ് നെയിംസ് ആർ പ്രൊഹിബിറ്റഡ്. ഫിക്റ്റീഷ്യസ് നെയിമിൽ ഇല്ലാത്തൊരാളുടെ പേരിൽ ഷെയർസ് അലോട്ട് ചെയ്യണം. അത് പണിഷബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്ഷൻ 38-നകത്താണ് പറയുന്നത് മേക്സ് ഓർ അബേസ് മേക്കിംഗ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഇൻ ദി ഫിക്റ്റീഷ്യസ് നെയിം. അത് ഇല്ലാത്തൊരാളുടെ കമ്പനിയുടെ പേരിലോ ആളുടെ പേരിലോ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇന്ന ആളുടെ പേരിൽ ഷെയർസ് വേണമെന്ന് പറഞ്ഞ് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതേമാതിരി ഒരാൾ തന്നെ പല ആൾക്കാരുടെ പേരിൽ ഷെയർസിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, അതും തെറ്റാണ്. അതുപോലെ ഷെയർസ് അലോട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ആയിട്ട് ഒരു കമ്പനീനെ ഇൻഡ്യൂസ് ചെയ്യുന്നതും അൺലോഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് പണിഷബിളാണ്. അതിനകത്തും മിനിമം 6 months മുതൽ മാക്സിമം 10 years വരെ ജയിലിൽ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേമാതിരി എത്ര രൂപയാണോ പറ്റിക്കാൻ നോക്കിയത് ആ എമൗണ്ട് മുതൽ അപ് ടു 3 times വരെ ഫൈനും ഈടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് എമൗണ്ട് റിസീവ് ത്രൂ അതായത് എത്ര രൂപയാണോ പറ്റിക്കാൻ നോക്കിയിട്ടുള്ളത് അത് ക്രെഡിറ്റ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അതിന് അടുത്തത് അനൗൺസ്മെൻറ്റ് റിഗാർഡിംഗ് പ്രൊപ്പോസ്ഡ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ഡൺ ഇൻ ഓർഡർ ടു ഇൻവൈറ്റ് ദി അറ്റൻഷൻ ഓഫ് ദി പബ്ലിക് ടു ദി പ്രൊപ്പോസ്ഡ് ഇഷ്യൂ. അതായത് ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രോസ്പെക്ടസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ കമ്പനിക്ക് ഇങ്ങനെ പറയാം. അതായത് ഞങ്ങളിങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണെന്ന് പരസ്യം കൊടുക്കാം. അതാണ് അനൗൺസ്മെൻറ്റ് റിഗാർഡിംഗ് പ്രൊപ്പോസ്ഡ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. Section 30 in this regard provides that where an advertisement of any prospectus of a company is published by any man, it shall be necessary to specify therein. അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 30 പ്രകാരം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്, മെമ്പേഴ്സിനുള്ള ലയബിലിറ്റി എത്രത്തോളം എമൗണ്ട് ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി, അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി മെമ്മോറാൻഡത്തിൽ സിഗ്നേച്ചർ ഇട്ടുള്ള ആൾക്കാരുടെ പേര്, അവരുടെ ഷെയർസ് എത്ര ഉണ്ട്, അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറും ആ അഡ്വർടൈസ്മെൻറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതാണ് അനൗൺസ്മെൻറ്റ് റിഗാർഡിംഗ് പ്രൊപ്പോസ്ഡ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അതാണ് യൂണിറ്റ് 8. താങ്ക് യു.